എൻ്റെ പേര് ബാഹുലനാണ്. ധനുച്ചൂരം സ്വദേശിയാണ്. ദേശീയ കായികം സ്വാമിയെ ശരണമയ്യപ്പ. ശബരിമലയിൽ ഈ വർഷം ഓടണമെന്ന് ആഗ്രഹമുണ്ട്. ചെറിയ പ്രാക്ടീസ് തുടങ്ങിക്കഴിഞ്ഞു, ചെറുതായിട്ട് ചെയ്ത് ഒരു ഫോമിലാക്കി വരുന്നു. ക്രിസ്മസിനകത്ത് ഓടണമെന്ന് ആശയമുണ്ട്. അതിനകത്ത് പറ്റുമോ അല്ലെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞ് ഓടാൻ, ചെറുതായിട്ട് ഓടാനാണ് ഉദ്ദേശം. വലിയ പ്രാക്ടീസൊന്നുമില്ല, നടന്നും ഓടിയും പോകാനാണ് ഉദ്ദേശം. സ്വാമി വിചാരിക്കുമെങ്കിൽ ഞാൻ ഓടും. എന്തെന്ന് പറഞ്ഞാൽ അയ്യപ്പനെ വിചാരിച്ച ഏത് കാര്യവും നടക്കുന്നത്, നമ്മൾ തൊഴുത് കഴിഞ്ഞ് ഏത് കാര്യവും നടക്കുന്ന എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് പറഞ്ഞത് ലാഗ തേരിയിൽ ആ 20 കിലോമീറ്ററൊക്കെ പോകുമ്പോൾ നമ്മളെ കണ്ണ് തള്ളും. അത്ര തേരിയാണ് 20 കിലോമീറ്റർ ലാഗ എന്ന് പറഞ്ഞാൽ. ആളും മാനമൊന്നുമില്ല. 60 കിലോമീറ്റർ വെറും കാടാണ്. മരങ്ങൾ മാത്രം, പച്ച കൊണ്ടുള്ള മരങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കാടിൻ്റെ ഇടയിൽ കൂടിയാണ് രാത്രി ഓടുന്നത്. വെളുപ്പാങ്കല വിറവുകൾ ഒടിഞ്ഞു വീഴും പോലെയൊക്കെ തോന്നും. എന്നാലും ദൈവം നമ്മളെ കൂടെ ഉണ്ട്. നല്ല തണുത്ത അന്തരീക്ഷത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. നല്ല കാലാവസ്ഥയാണ്, നല്ല കാറ്റുമുണ്ട്. ആ ഇതിൽ ഓടും. നമ്മൾ കഴിഞ്ഞാണ്ട് ഞാൻ ഓടിയത് ധനുവച്ചപുരം താരിക്കുങ്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനാണ് ആദ്യം ശബരിമലയിലേക്ക് ഓടുന്നത്. 208 കിലോമീറ്റർ 1.5 ദിവസം കൊണ്ട് ഓടി. രണ്ടാമത് ഓടുന്ന കിഷൻകോവിലാണ്. നെയ്യാറ്റിങ്കര കിഷൻകോവിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പമ്പ വരെ 205 കിലോമീറ്റർ 2 ദിവസം കൊണ്ട് ഓടിയിട്ടുണ്ട് നിന്നെ പറയാം. അപ്പോഴേ കെട്ടുകെട്ടാൻ വേണ്ടി എല്ലാ സാധനം വാങ്ങിക്കുമ്പോൾ കെട്ടുകെട്ടുമ്പം വീണ്ടും ഓരോ സാധനം കാണത്തില്ല. അത് അപ്പോഴേ പോറ്റിയിട്ട് എന്താണത്. അപ്പം ഞാൻ പറഞ്ഞ വീട്ടിൻ്റെ അവിടെയാണ് കെട്ടുന്നത്. ധനുവച്ചപുരം താരിക്കുങ്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നമ്മളൊരു ചെറിയ ക്ഷേത്രമായിരുന്നു, അമ്പലം ആയിരുന്നു. അത് പിന്നെ വലുതായി ഇപ്പോൾ ഒരു വലിയൊരു ക്ഷേത്രമായി കഴിഞ്ഞിരിക്കുന്നു. പ്രസിദ്ധിയായുള്ള ക്ഷേത്രമായിക്കൊണ്ട് കൊണ്ടിരിക്കണമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അത് പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ നിന്ന് ഒരു ചെറിയ റോഡ്, ഒരു കുളം, ചെരക്കുളം, അതിൻ്റെ അടുത്തുള്ള ഒരു 400 മീറ്റർ പോകുമ്പോൾ ഈ ക്ഷേത്രം കാണുന്നുണ്ട്. അവിടെ നിന്ന് 1 കിലോമീറ്റർ 3 കിലോമീറ്റർ പോയ ഉദ്യങ്ങള റെയിൽവേ നമുക്ക് കാണാം. അതുപോലെ പോസ്റ്റ് ഓഫീസ്, ആ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യണമെന്നും. നമ്മൾ പറയുന്ന കാര്യം നടക്കുക. അയ്യപ്പനെ കുറിച്ച് എന്ത് കാര്യം നമ്മൾ വിചാരിച്ചാൽ നടക്കും. ശാസ്താവിനെ തൊഴുതാൽ നടക്കുമെന്ന് പറയുന്നു. അങ്ങനെയാണ് അവിടെ താരിക്കുളങ്കര ധർമ്മശാസ്ത്രം എന്നുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ പേര് കിട്ടാനുള്ള സാധ്യത എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന കാര്യം നടക്കും. അവിടെ പറയുന്ന കാര്യം നടക്കുമെന്ന് പറയുന്നത് നമ്മൾ ഈ പൈസ പിരിച്ചു കഴിഞ്ഞാൽ ഉത്സവമൊക്കെ നടത്തിയിട്ട് മിച്ചവും കുറച്ചൊക്കെ വരുമെന്ന് തന്നെ തോന്നുന്നു. അങ്ങനെ ആരും കൊടുക്കാതിരുന്നിട്ടില്ല. ദൂരമുള്ളവർ നേരുന്നത് പൈസ കൊടുക്കും. അതുപോലെ ഞാൻ ശബരിമലയിൽ ആദ്യം കെട്ടുകെട്ടത് 2002 തോന്നുന്നു. 208 കിലോമീറ്റർ 1.5 ദിവസം കൊണ്ട് ഓടി. അന്ന് വന്നത് ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു, സൂര്യ, കൈരളി 3 ചാനലുകാർ ആദ്യമായിട്ട് കവർ ചെയ്ത്. വൈകുന്നേരം 4 മണിക്കാണ് ഓട്ടം ആരംഭിക്കുന്നത്. ചെറിയ ചാറ്റിൽ മഴയുണ്ടായിരുന്നു. എത്ര വെറിയായിരുന്നാലും കെട്ടുമ്പോൾ മഴ പെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഈ അവസരത്തിലാണ്, ക്രിസ്മസ് അവസരത്തിലാണ് എനിക്കൊരു അറ്റാക്ക് വന്നത്. ആരും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് രാത്രി ഉറങ്ങിക്കിടക്കുന്നു, മൂത്രം ഒഴിക്കുന്നു. രാത്രി 1 മണിക്ക് അവിടെ വീഴുന്നു, ഇവിടെ മുറിയുന്നു. അതിനുശേഷം നെയ്യാറ്റിങ്കര ആശുപത്രി പോകുന്നു, ECG എടുക്കുന്നു. അപ്പോൾ ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ കയറി വിടുന്നു. അവിടെ നിന്നും ICUയിലേക്ക് മാറ്റി ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ വരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തിരി ഓടി ഫോമിലായി കഴിഞ്ഞിരിക്കുന്നതെന്ന് പറയാം. അന്ന് ധനുവച്ചപുരത്തുള്ള ഒരു നാടെന്ന് പറയുന്ന കലാകാരന്മാരുടെയും കായിക താരങ്ങളുടെയും ഒരു അനുവുമായുള്ള നാടാണ്. മഹാന്മാർ ജീവിക്കുന്ന ഒരു നാട് സാധനായിരുന്നാലും അത് ജീവിക്കുന്ന ഒരു നാടാണെന്ന് പറയാം. കലാകാരന്മാരുടെ കായിക രംഗത്തിൻ്റെ ഒരു നല്ലൊരു നാടാണ് എന്ന് പറയാം. പക്ഷേ അസൂയകൾ കുറച്ച് പേർക്കുണ്ട്. പക്ഷെ അവരൊരിടവും എത്തുന്നില്ല. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. സൂര്യൻ ഉദിച്ചു വരും, പട്ടികൾ കുരയ്ക്കും. സൂര്യൻ ഉദിച്ചതിന് പോകും. ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലവർ എന്താണെന്നൊക്കെ പറയും. പക്ഷെ ഓടുമ്പോഴേ അതിൻ്റെ വൈരത്തിനെ അറിയാം. എല്ലാവർക്കും പറയും, ഒരു റൗണ്ട് ഓടുമ്പോൾ ശ്വാസം കിട്ടത്തില്ല. നമ്മൾ കിടന്ന് വിളിക്കും, ശ്വാസം അങ്ങും കിട്ടൂല ഇങ്ങും കിട്ടൂല. 5000 മീറ്റർ ഓടുമ്പോൾ 12.5 റൗണ്ടാണ്. അത് ഓടി കഴിയുമ്പോൾ അവൻ്റെ ജീവിതം അവനറിയാൻ പറ്റും. ഓടിയവർക്കെല്ലാം അറിയാം. എല്ലാവരും പറയും ഓട്ടം എളുപ്പമാണോ, അങ്ങോട്ട് ഇറങ്ങി ചെയ്തു പോകുന്നു. മറ്റേ ജോലികളെക്കാട്ടി ഏറ്റവും പാടുള്ളതാണ്. ശ്വാസം കിട്ടൂല, മത്സരമാകുമ്പോൾ അതിൻ്റെ പിടുത്തം, പിന്നെ ടെൻഷൻ, ഇതെല്ലാം നമ്മൾ നോക്കണം. ഒരു 400 മീറ്റർ ഇപ്പോൾ 1 റൗണ്ട് ഓടി, എന്നിട്ട് അടുത്ത റൗണ്ട് ഓടാൻ നമുക്ക് കപ്പാസിറ്റി ചിലപ്പോൾ കാണൂല, ആ ടൈമിൽ വരുന്നില്ല.
പിന്നെ കാല് വേദന, കൈവേദന, ഇതെല്ലാം തരണം ചെയ്താണ് നമ്മൾ പോണത്, പ്രാക്ടീസ് ചെയ്യണത്. പിന്നെ താൻ പാതി ദൈവം പാതി എന്ന് പറയും പോലെ എല്ലാം ദൈവത്തിൻ്റെ ഇത്. നമ്മൾ അമ്പലത്തിലെ ക്ഷേത്രത്തിലെ പള്ളിയിൽ ചെന്ന് തൊഴുക. അങ്ങനെ തൊഴുതു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന തൊഴിൽ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്താനുള്ളിടത്തെത്തും. റാങ്കിന് വേണ്ടി പഠിച്ചാലേ ഒരു ഡിസ്റ്റിങ്ഷൻ കിട്ടും. അതിനു വേണ്ടി നമ്മൾ പോരാടണം. അങ്ങനെ പോരാടിയാണ് ഞാൻ പാറശാല മുതൽ കാസർഗോഡ് വരെ 660 കിലോമീറ്റർ ലെങ്കോ വേൾഡ് റെക്കോർഡിൽ എൻ്റെ റെക്കോർഡ്. അതിപ്പോൾ ഗിന്നസിലോ ആയിട്ടുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. ആ സമയം ആരും ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് പറഞ്ഞത്. അത്ര ഒരു ഓട്ടമാണ് ഞാൻ 3 മാസം ഞാൻ ചെയ്ത വർക്ക് എനിക്ക് ദൈവത്തിനും മാത്രമാണ്. രാത്രി പകലില്ല ഓടിയത്. ഇത്രയും ഒരു എൻ്റെ 18 19 വയസ്സിലാണ് ഈ ഓട്ടം ഓടുന്നത്. അന്ന് ഓടുമ്പോൾ എന്തൊരു ഇതാണ്. തിരുവനന്തപുരമൊക്കെ 1 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടാണ് ഓടി അന്നത്തൊക്കെ. ആ ടൈമൊക്കെ എന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ ഇനിയൊരു കുട്ടി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഈ ശബരിമലയായിരുന്നാലും ഗുരുവായൂരായിരുന്നാലും എടത്വ പള്ളിയായിരുന്നാലും പത്മനാഭസ്വാമി ക്ഷേത്രമായിരുന്നാലും സുനാമിക്കായിരുന്നാലും ക്യാൻസർ രോഗിക്കായിരുന്നാലും തിരുവനന്തപുരം സെക്രട്ടറി വിവാദങ്ങൾക്ക് വേണ്ടി ഓടി, കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി ഓടി, ഇങ്ങനെ പല ഓട്ടങ്ങൾ ഓടിയ ഞാൻ ഒരുപാട് ഓട്ടം. ഇത്ര 2500 3000 പത്രത്തിന് സ്റ്റോറി വന്ന് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് എല്ലാ ഭാഷയിലും ഇഷ്ടം പോലെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എഴുതാത്ത ഒരു പത്രവും ഇല്ലെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് എന്നെ അഭിപ്രായം. അത്ര സ്റ്റോറി ഒന്ന്. ഞാൻ ശബരിമലയിൽ പോകണമെന്നുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി ദൈവത്തിനെ പ്രാർത്ഥിക്കുക. പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇനി ഞാൻ പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. ഈ വർഷത്തോടെ നിർത്തലാക്കണമെന്ന് തന്നെ എനിക്ക് പറഞ്ഞാൽ അവസാനത്തെ ശബരിമലയിൽ പോകണം. ദൈവത്തിന് അയ്യപ്പനെ, അവിടെ ഇരിക്കുന്ന അയ്യപ്പനെ ഒന്ന് കാണണം. ആ അയ്യപ്പനുടെ എല്ലാ അനുഭവവും പറയണം. അതിനുശേഷം തിരിച്ച് മലയിറങ്ങണം. അതിനുശേഷം പമ്പയിലെത്തണം. അതിനുശേഷം അവിടെ നിന്ന് ബസ് കയറി നാട്ടിലെത്തണം. ധനുവച്ചുരം എന്ന് പറഞ്ഞാൽ കൊച്ചു ഗ്രാമമാണ്. എൻ്റെ നാടെന്ന് പറഞ്ഞാൽ കൊച്ചു ഗ്രാമം, വയലുകളും പച്ച കൊണ്ട് നിറഞ്ഞ ഒരു സംഭവ സ്ഥലത്താണ്. റെയിൽവേയും അതുപോലെ കോളേജും IT എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ധനുവച്ചുരം എന്ന് പറഞ്ഞാൽ. ഐശ്വര്യമായ ഒരു സ്ഥലമാണ്. ദൈവം കനിഞ്ഞു നൽകിയ സ്ഥലമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കലാകാരന്മാരുടെ സ്ഥലമാണെന്ന് പറയും. പുതിയ താരങ്ങൾ ഉണ്ടാവട്ടെ അവിടെ, കലാരംഗത്തും കായിക രംഗത്തും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ കായിക രംഗത്തുള്ളവർക്ക് വില. ഇപ്പം ഒരാൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം എത്തുന്ന കായികമാണോ കലയാണോ രാഷ്ട്രീയമാണോ, ഇവർക്ക് 3 പേർക്കാണ് ഏറ്റവും വില. അല്ല ഡോക്ടർ എഞ്ചിനീയറും പഠിച്ചിട്ട് അത് വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് ഡോക്ടർമാരുണ്ട്. കലയെന്ന് പറയുമ്പോൾ അതൊരു കഴിവാണ്. നമ്മളെ ഏറ്റവും കഴിവുണ്ട്. 3 വയസ്സിലും 5 വയസ്സിലും പ്രാക്ടീസ് ചെയ്ത് ഒരു 12 വയസ്സൊക്കെ ആകുമ്പോൾ ഇന്ത്യൻ താരമാവണതെന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പിന്നിലോട്ട് എന്ത് പാടെന്നറിയാമോ. നമ്മൾ മുറുക്ക പിടിച്ചാൽ നമ്മൾ എത്താനുള്ളിടത്ത് അവനും ദൈവത്തിനെ തൊഴും നമ്മളും തൊഴും. ദൈവം ആർക്കെന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്തു, കഠിന പ്രാക്ടീസ് ചെയ്ത് മടുക്കുമ്പോൾ നേരേക്ക് ഇനി വെച്ച് നിർത്താം. അങ്ങനെ ജീവിതം ഒഴിഞ്ഞു വെച്ചാൽ കലയായിരുന്നാലും കായിക രംഗത്തും വളരാൻ പറ്റത്തില്ല. ഇത്രയും മനുഷ്യരെ കവർ ചെയ്ത് 1ാം സ്ഥാനത്ത് വേണ്ട സ്റ്റേറ്റിലൊക്കെ. അതൊക്കെ നമ്മൾ ചെയ്യും. എല്ലാവരും നയിക്കുന്ന ഓട്ടം എന്ന് പറയുമ്പോൾ എളുപ്പം, ഒരു റൗണ്ട് ഓടാം. ഏറ്റവും പാട് മാരത്തോൺ 42 കിലോമീറ്റർ 2.5 മണിക്കൂർ 2.25 മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്യും. ദേശീയ മാരത്തോൺ, ട്രാവൻകൂർ മാരത്തോൺ. അന്ന് കേരളത്തിനൊക്കെ ഇറങ്ങുമ്പോൾ ഇന്ത്യയിലുള്ള പട്ടാളക്കാർ, CRP എല്ലാം, ഇന്ത്യൻ ഓയിലുള്ളവരും അതുപോലെ പോലീസിലുള്ളവരും ഇവരെല്ലാം കവർ ചെയ്താണ് നമ്മൾ വരുന്നത്. അത് ദൈവത്തിനറിയും. ഇത്രയും എണ്ണത്തിനെ കവർ ചെയ്തിട്ടാണ് കേരളം 1ാം സ്ഥാനമൊക്കെ എത്തുന്നത്. അത് ആർക്ക് പറഞ്ഞാലും മനസ്സിലാവും. മത്സരം എന്ന് പറയുമ്പോൾ എളുപ്പമെന്ന് പറയും. അവിടെ ചെന്ന് മത്സരിക്കുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ അതിൻ്റെ പാട്, അതിൻ്റെ വിഷമം, പിന്നെ കാലുവേദന, കൈവേദന, ഈ ധരണം ചെയ്യുന്നത്, ഇതെല്ലാം നോക്കി വരുമ്പോൾ വളരെ പുറത്താണ്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സ്വാമിയേ ശരണം അയ്യപ്പ എന്ന നാമവുമായി ശബരിമല കെട്ടിക്കെട്ടുമ്പം എത്ര വെറിയ എന്നാലും മഴ പെയ്യും. അതൊരു ആകാശം ഇരുണ്ട് പെട്ടെന്ന് അങ്ങ് കറക്കും. കറുത്ത് മഴ പെയ്യും. അതാണ് ഞാൻ ഈ മിക്ക കെട്ടുകൾക്കും നല്ല കാറ്റ് സുഖമാറ്റി പോകാൻ വേണ്ടി അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെന്ന്. അതാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യം. എനിക്കൊരു അറ്റാക്ക് വന്നു, എല്ലാവരും പോലും കൂടും. പക്ഷെ ദൈവം എന്നെ സഹായിച്ചു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ ഈ അവസരത്തിലാണ് അറ്റാക്കിൻ്റെ ആരംഭം വന്നത്. ക്രിസ്മസ് പാകം കഴിഞ്ഞതുകൊണ്ടാണ് എനിക്ക് അറ്റാക്ക് വന്നു. നെയ്യാറ്റിൻകര ആശുപത്രി പോകുന്നു, ECG എടുക്കുന്നു, അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് ICUയിൽ 2 ദിവസം കിടക്കുന്നു, അതിൽ നിന്ന് വാർഡിലേക്ക് മാറ്റുന്നു.
അതിനുശേഷം ഞാനിവിടെ എത്തുന്നു. എനിക്ക് ആ ദുഃഖമൊന്നും അല്ല. പലയിടത്തും അവാർഡുകൾക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു, അവാർഡുകൾ തന്നുകൊണ്ടിരിക്കുന്നു, എല്ലാം വാങ്ങിക്കുന്നുണ്ട്. എനിക്ക് ആ മനസ്സിൻ്റെ സന്തോഷം അങ്ങ് പോയി കഴിഞ്ഞു. ഈ സൂക്കടൻ വല്ലാത്തൊരു സൂക്കടൻ അറ്റാക്ക് ഞാൻ പറയണ്ടല്ലോ. ഇത് ഒരു അസുഖം മാറുമ്പോൾ വേറെ ഒരു അസുഖം മാറും. അസുഖമില്ലാത്ത ദിവസമില്ല. എന്നാൽ ആരോടി പറയാൻ. പണ്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കും, ഒരു ദിവസം ആകുമ്പോൾ വണ്ടി നിൽക്കും എന്ന് പറയും പോലെ മനുഷ്യൻ പൈസ ഉണ്ടാക്കിയാലും എന്തൊരുണ്ടാക്കിയാലും എല്ലാം ഇവിടെ ഇട്ടിട്ട് പോകും. അതാരും ഗവനിക്കില്ല. ഞാനായിരുന്നാലും നിങ്ങളായാലും. നാളെ ജീവിതം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. 2 ദിവസം ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. 2 ദിവസത്തെ നല്ല സന്തോഷത്തോടെ ജീവിക്കാനെന്ന് വെച്ചാൽ അത് താമസിക്കുന്നില്ല ആൾക്കാർ. അസൂയ കൊടുച്ചവരാണ് കൂടുതലും. അസൂയ എന്തിനാണ് വയ്ക്കുന്നത്? നമുക്ക് ഒന്നും കൊണ്ടുപോകാൻ ഇതിൻ്റെ അത്ര ശ്വാസം പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പോകും. എല്ലാം ഇവിടെ ഇട്ടിട്ട് പോകും. ആരും ഒന്നും കൊണ്ടുപോകും. അത് ആരും മനസ്സിലാക്കുന്നു. ഇനിയൊക്കെ അത് മനസ്സിലാക്കി നല്ല പ്രവൃത്തി ചെയ്യും. നല്ല ക്യാൻസർ രോഗിക്ക് 1 രൂപയ്ക്കും കൊടുക്കാനുണ്ടെങ്കിൽ അതൊരു പുണ്യപ്രവൃത്തി. ഒരു പാസ്റ്റർ എന്നെ പറഞ്ഞതാണ്, അയ്യോ ഇങ്ങനെ ഉണ്ടോ, എവിടെ മത്സരിച്ചു, എന്തിന് മത്സരിച്ചു, ഏത് മത്സരിച്ചു, അയ്യോ ഇങ്ങനെയും പാസ്റ്റർമാരുണ്ട്. ദൈവഭക്തനെന്ന് പറഞ്ഞ് നടന്നിട്ട് പാസ്റ്റർ രംഗം എടുത്ത് അവന്മാർ പറയണ കേട്ട് ഇങ്ങനത്തെ പാസ്റ്റർമാർ എവിടേക്കും ഉണ്ട്. സ്വാമിയേ ശരണമായപ്പോൾ അവന് ഞാൻ ഓടി വരുമ്പം തന്നെ തിരിച്ച് അവന് കൂലി കൊടുക്കണോ ദൈവം ഉണ്ടായി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും നന്ദി.